ശക്തി, നിന്റെ അനുജനെ രക്ഷിക്കാൻ നോക്കിയാ ഞാൻ ചുമ്മാ ഇരിക്കുന്നു വിചാരിച്ചോ? വില്ലൻ പറഞ്ഞ വാക്ക് മാത്രം പാലിക്കണമെന്നില്ലല്ലോ. ഞങ്ങൾ പറയാത്തതും ചിലതൊക്കെ ചെയ്യും. ഞങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യാൻ പോവാ. നീ എന്നാ അതൊന്ന് കണ്ടുപിടിക്കും നോക്കട്ടെ. അവന്റെ അനിയനെ നമ്മൾ മാത്രം തേടിയതുകൊണ്ട് കാര്യമില്ല. അവന്റെ അച്ഛനും അവനെ തേടണം. Come on, come on. എന്താണ് ഈ കാണിക്കുന്നത്? ശക്തി സാറിന്റെ അടുത്തല്ലേ? ചേട്ടാ ചേട്ടാ എന്ത് പറ്റി? ഭദ്രേട്ടാ. വീരഭദ്ര, ആരാ ചെയ്ത്? ശക്തി എന്നെ തല്ലിയ എനിക്ക് സങ്കടമില്ല. ശിവൻ കൺസ്ട്രക്ഷൻ മേലെ കൈവച്ച ചേട്ടന്റെ മേലെ കൈവച്ച പോലെ അത് ചെയ്തു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശിവൻ ശിവൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലായിടത്തും ശക്തി ശക്തി എന്നാണ് ഇപ്പൊ പറയുന്നത്. ശിവൻ എന്ന പേരെ ഇല്ലാതായിരിക്കുകയാണ്. പോടാ, പോയി പിടിക്കടാ അവനെ. എന്താടാ നീ എല്ലാം കഴിഞ്ഞപ്പോ അവസാനം എത്തിയത്? ഓ നീ പോലീസാണല്ലോ. സോറി. ഇതെല്ലാം നീ ചെയ്തതാണെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ ആളെ വിട്ടിട്ടുണ്ട്. അയാള് കൊല്ലൂടാ. പോടാ. തുടങ്ങാന്ന് പറഞ്ഞില്ലേ, അത് തുടങ്ങിക്കഴിഞ്ഞു. നിന്റെ ഒടുക്കത്തെ കളി. എല്ലായിടത്തും അന്വേഷിച്ചു നോക്കി, അവൻ എവിടാന്ന് അറിയില്ല. ഹലോ ശക്തി, വിഘ്നേഷിനെ അടിച്ചിട്ട് രക്ഷപ്പെട്ടു പോയടാ. നീ എവിടെ, എങ്ങനെയാടാ പോയത്? ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞതാ, കേട്ടില്ല. പോയപ്പോ അവൻ എന്റെ സെൽഫോൺ എടുത്തോണ്ട് പോയടാ. നീ ഉടനെ അവനെ വിളിക്ക്. ഹലോ, ഞാൻ വിഘ്നേഷ സംസാരിക്കുന്നേ. ശക്തിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു വരുവാ ഞാൻ. ചേട്ടാ, ഞാൻ വീട്ടിൽ കാണുന്ന വെച്ച് ശക്തി അവിടേക്ക് വരൂ. എന്നെ രക്ഷിക്കണം ചേട്ടാ. നന്നായി മോനെ. നീ എവിടെയാ? ഞാൻ അമ്പലനടക്കിൽ എത്തി ചേട്ടാ. അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. വേഗം വരണേ ചേട്ടാ. എന്താ ശക്തി, നിന്റെ അനിയൻ ഹീറോയെ വിട്ട് ഈ പാവം വില്ലനെ തന്നെ തേടി വന്നിരിക്കുന്നത്? ഞാൻ അവനെ കാത്തു രക്ഷിക്കണോന്ന്. അവൻ എന്നെ തേടി വന്നതല്ല, മരണം തേടി വന്നതാടാ. ശരി, നീ വേഗം വാ. കഴിയുമെങ്കിൽ രക്ഷിക്കടാ. വേണ്ട. എടുക്ക്. വേണ്ട, വണ്ടി എടുക്ക. അത്രയ്ക്കായോടാ? ചേട്ടാ, വിഘ്നേഷ്,
നടക്കാതിരിക്കാൻ വേണ്ടിയാ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് ഞാൻ. എന്താണ് എന്നെ മനസ്സിലാക്കാഞ്ഞത്? എന്തിനാ എന്നെ വെറുത്തത്? ആരാ വെറുത്തത്? വീട്ടിലെല്ലാവർക്കും ചേട്ടനെ ഇഷ്ടാ. എനിക്കും ചേട്ടന്റെ ജീവന. കുട്ടിക്കാലത്ത് ചേട്ടന്റെ കൈ പിടിച്ചല്ല ഞാൻ നടന്നത്. എന്തിനാ എന്നെ വിട്ടുപോയെ? ചേട്ടൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു അല്ലേ? ഇനി ഒരിക്കലും എന്നെ വിട്ടു പോകരുത്. വിഘ്നേഷ്, എവിടേക്കാ പോകുന്നേ? ഹോസ്പിറ്റലിലേക്ക്. ആദ്യം വീട്ടിലേക്ക് വണ്ടി വിട്. എനിക്ക് എല്ലാ അച്ഛനോട് പറയണം. എനിക്ക് എന്തെങ്കിലും പറ്റിയ ചേട്ടൻ ഇതെല്ലാം ചെയ്തതെന്ന് അച്ഛൻ വിചാരിക്കും. അതൊന്നും ഓർത്ത് എനിക്ക് ഒരു വിഷമവുമില്ല. എനിക്ക് നിന്റെ ജീവനാണ് വലുത്. പറയുന്നത് കേക്ക് ചേട്ടാ. ഹലോ. അച്ഛാ. എടാ, എവിടെയാ നീ? ശക്തി. പറയടാ. ശക്തി. അച്ഛാ, ശക്തി. വിഘ്നേഷ്. വിഘ്നേഷ്, വിഘ്നേഷ്. ചേട്ടന്റെ മോനെ ആരോ വെടിവെച്ചു കൊന്നു. എവിടെയാടാ ശക്തി? എന്താടാ ശക്തി? ഇനി പറ. ഞാൻ പറഞ്ഞ പോലെ നടക്കൂ? ശിവൻ ശക്തിയെ ഇല്ലാതാക്കൂടാ. പറയടാ.
കൊല്ലു ചേട്ടാ. ചേട്ടന്റെ മോനെ കൊന്നത് ഇവനാ. എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഹനീനാന്ന് പോലും വിചാരിക്കാതെ വെടിവെച്ച് കൊന്നു. കൊല്ലു ചേട്ടാ, ദ്രോഹി. ശക്തി, കൊല്ലടാ ഇവനെ. എന്റെ മകൻ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴും ഞാനത് വിശ്വസിച്ചേനെ. ഇവൻ എന്റെ മകനെ കൊന്നുവെന്ന് അതും നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടെന്നും പറഞ്ഞില്ലേ? അവിടെയാണ് നിനക്ക് തെറ്റിയത്. ജനിച്ചപ്പോഴേ പോകേണ്ട ജീവൻ പിടിച്ചു നിർത്തിയവനാടാ ഇവൻ. തീപ്പന്തം തലകീഴായി പിടിച്ചാലും തീ മേലേക്ക് ഉയരൂ. ഇവൻ എന്റെ ശക്തി. പിന്നെന്തിനാ ഞാൻ ഇവനെ അടിച്ചതെന്നോ? ഈ ശിവൻ തോറ്റതുകൊണ്ടാ. ഇവന്റെ മുമ്പിൽ ഒരിക്കലും തോക്കില്ല എന്ന വാശിയിൽ എനിക്ക് എന്റെ മകനെ നഷ്ടമായി. അറിയാമോ നിനക്ക്? അപ്പൊ നിങ്ങൾ ഡബിൾസ് കളിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരും കൂടെ അടിച്ച് ഒരുത്തൻ ചാവുമ്പോ മറ്റവനെ ഞാൻ കൊല്ലാന്ന് തീരുമാനിച്ചപ്പോ ഇപ്പോ രണ്ടുപേരെയും എന്റെ കൈ കൊണ്ട് തീർക്കണമോ? ശക്തി, തീർത്തേക്കടാ. എന്റെ അച്ഛന്റെ കൈ കൊണ്ട് എന്നെ കൊല്ലുമെന്ന് നീ പറഞ്ഞപ്പോ നിന്നെ ഞാൻ തീർക്കേണ്ടതാണ്. ഈ ഒരു വാക്കിന് വേണ്ടിയാടാ ഞാൻ കാത്തിരുന്നത്. ഞാനും അത് തന്നെയാണ് കാത്തിരുന്നേ. ഇത്രയും കാലം ഞാൻ കത്തിയെടുത്തത് തെറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഈ ചെയ്തത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ, എന്റെ ശക്തിക്ക് വേണ്ടി.
സർ, എന്താ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. എന്താ പറഞ്ഞേ? ഒന്ന് പോടോ. ശക്തി, ഞാനാ വരാൻ പറഞ്ഞത്. എന്തിനാച്ചാ? ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ അച്ഛൻ പൂർണ്ണമായും നല്ലവനാവില്ലേ? ഏയ്, ഇയാൾ വേണ്ട. എൻ്റെ മകൻ ശക്തി എന്നെ അറസ്റ്റ് ചെയ്യണം. അച്ഛാ, മറ്റുള്ളവരുടെ അടുത്താ തോക്കാൻ പാടില്ലാത്തത്. മകൻ്റെ അടുത്ത് തോൽക്കാൻ ഭാഗ്യം ചെയ്യണം. പോ, വേഗം ചെന്ന് യൂണിഫോം ഇട്ടോണ്ട് വാ. ചെല്ലേ. അച്ഛനാണ് മക്കൾക്ക് വഴി കാട്ടേണ്ടത്. ഇവിടെ മകൻ അച്ഛന് വഴി കാട്ടുന്നു.